അപ്പോൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ദുബായിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ അത്? അതെ തീർച്ചയായിട്ടും. ഇങ്ങനെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ അത് മാത്രം ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരാൾ കോൺഫറൻസ് സെമിനാർസ് മാത്രമാണെങ്കിൽ ഓക്കെ ഞങ്ങൾ കല്യാണം കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ ബിസിനസ് ഇവൻറ്റ്സ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ UAE എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ, അതിപ്പോൾ ഏത് എമിറേറ്റ് ആവാം ഞാൻ പറയുന്നത്, ദുബായിലാണെങ്കിൽ ഇതിനെല്ലാം സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാട്ടിലുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിന് ദുബായിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് നിങ്ങളുടെ കാഴ്ച? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ളാവുന്നത് നല്ലതാണ്. നാട്ടിലെ ടാലൻസ് നല്ലതാണ്. ഇന്ത്യയിൽ കാണുന്ന അത്രയും എക്സ്പേർട്സ് ഒന്നും ഇവൻറ്റ്സിൽ ഞാൻ വലിയ ഇവൻറ്റ്സുകൾ കാണുന്നില്ല. ഇപ്പം കേരളത്തിലായാലും നടക്കുന്ന കല്യാണം പോലത്തെ കല്യാണങ്ങളൊന്നും നമ്മൾ ദുബായിൽ കാണുന്നില്ല. അത്രയും നന്നായിട്ട് ഇവൻറ്റ്സ് ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. റിയാസ് ഭായ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്തത് നിങ്ങളുടെ സ്ഥലത്ത് വന്നിട്ടാണ് അല്ലേ? ദുബായിൽ നമ്മുടെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അവിടെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന എപ്പിസോഡുകൾ ദുബായിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളത് പരിഹരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷം. ഈ ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരുന്നൊരു സംഭവം, ഇവൻറ്റുകൾ ഒരുപാട് നടക്കുന്നൊരു സ്ഥലം, ലോകത്തെ എല്ലാ എക്സിബിഷനുകളും അങ്ങോട്ട് വരുന്നു. അതിൽ തന്നെ മലയാളികളുടെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. കേരളത്തിൽ ഒരുപാട് ഇവൻറ്റ് കമ്പനീസ് ഉണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടാലൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ദുബായിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ അത്? അതെ തീർച്ചയായിട്ടും. അതിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും. പിന്നെ താങ്ക് യു സോ മച്ച്, ഗോഡ് ഗ്രേസ്, മാഷാഅല്ലാഹ്. അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള പിന്നെ ഫീഡ്ബാക്കുകൾ വോയിസ് ആയിട്ടൊക്കെ. അല്ല, ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി എവിടെയെങ്കിലും ആളുകൾക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. അത് നടക്കുന്നു, ദാറ്റ്സ് ഓൾ. അറിവുകൾ പകർന്നു നൽകുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തീർച്ചയായിട്ടും പകർന്നു കൊടുക്കുന്നതോടൊപ്പം എനിക്ക് ബിസിനസ് വരണമല്ലോ. അതോടൊപ്പം പക്ഷെ ഞാൻ സന്തോഷമുണ്ട് ഷെയർ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇവന്റ്സിലേക്ക് വരികയാണെങ്കിൽ, ഇവന്റ്സ് ഒരു കടൽ പോലെ ഒരു സംഭവമാണ്, വലിയ സംഭവമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒറ്റ ആക്ടിവിറ്റി ആയി തോന്നുമെങ്കിലും അതിൽ ഒന്ന് ഇപ്പോൾ ഇവന്റ്സ് മേഖലയിൽ തന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഒന്നിപ്പം ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിൽ വരുന്ന കല്യാണങ്ങൾ, മ്യൂസിക് ഇവന്റ്സ്, പിന്നെ കൂടാതെ എക്സിബിഷൻസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് സെന്ററിലൊക്കെ വരുന്ന എക്സിബിഷൻസ്, പിന്നെ നമുക്ക് വരുന്നത് ഓഫീസ് ഇനാഗുറേഷൻ പോലുള്ള ചടങ്ങുകൾ, കോർപ്പറേറ്റ് ഇവന്റ്സ്, കോൺഫറൻസസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ അത് മാത്രം ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരാൾ കോൺഫറൻസ് സെമിനാർസ് മാത്രമാണെങ്കിൽ ഓക്കെ ഞങ്ങൾ കല്യാണം കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ ബിസിനസ് ഇവൻറ്റ്സ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ UAE എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ, അതിപ്പോൾ ഏത് എമിറേറ്റ് ആവാം ഞാൻ പറയുന്നത്, ദുബായിലാണെങ്കിൽ ഇതിനെല്ലാം സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോൺഫറൻസ് ആൻഡ് സെമിനാർസ് ഓർഗനൈസിങ്, വെഡിങ്, പിന്നെ ഇവന്റ്സ് ഓർഗനൈസിങ്, മ്യൂസിക് ഇവന്റ്സ് ഓർഗനൈസിങ്, ഫോക്ക് ഡാൻസിന്റെ വരെ സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് ലൈസൻസ് എടുക്കുമ്പോൾ ഈ ഇവന്റ്സ് മേഖലയിൽ കടന്നു വരുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അവർ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ആക്ടിവിറ്റി മാത്രം എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒറ്റ ലൈസൻസിൽ എല്ലാ ഇവന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ലൈസൻസ് നമുക്ക് ആഡ് ചെയ്യാം. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റ് പല വീഡിയോകളിലും പറയാറുണ്ട് ഓഫ് ഷോർ, ഫ്രീ സോൺ, മെയിൻലാൻഡ് എന്നൊക്കെ. ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ആളുകളോട് നമ്മൾ ഒരിക്കലും ഫ്രീ സോൺ ലൈസൻസോ അല്ലെങ്കിൽ ഓഫ് ഷോർ അങ്ങനത്തെ ലൈസൻസുകളൊന്നും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പ്രധാന കാരണം മെയിൻലാൻഡിലാണ് കൂടുതൽ ഇവന്റ്സുകൾ നടക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലല്ല, അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ആ ഇവന്റ്സുകളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇവന്റ്സ് ഈ ഓർഗനൈസ് ചെയ്യുന്ന ഒരു കമ്പനി, ഇപ്പം ഞാൻ ഒരു ഇവന്റ് കമ്പനി നടത്തുന്ന ആൾ, അല്ലെങ്കിൽ ഇബാദുക്കാരൻ്റെ ഒരു പ്രോഗ്രാമിനെ ഞാൻ കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇബാദുക്കാരുടെ പ്രോഗ്രാമിന്റെ പെർമിഷൻ എടുക്കേണ്ടത് ഞാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഇവന്റ്സ് നടക്കുന്ന വെന്യൂ അതെല്ലാം എഴുതിക്കൊണ്ട് ഞാൻ DTCM, ദുബായ് ടൂറിസം കൊമേഴ്സ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാനത് പെർമിഷൻ എടുക്കണം.
പെർമിഷൻ ഇവൻസിന്റെ ഡേറ്റ് എഴുതി, പ്രത്യേകിച്ച് അവർ മതപരമായ കാര്യങ്ങളൊക്കെ പ്രസംഗമൊക്കെ ആണെങ്കിൽ പെർമിഷൻ അതിലൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം നമ്മൾ. എന്താ നടക്കാം, അതെ, എന്താണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ടോപ്പിക് എന്താണ് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പെർമിഷൻ കിട്ടുക. അപ്പോൾ ഈ പെർമിഷൻ എടുക്കണമെങ്കിൽ ഫ്രീ സോൺ ലൈസൻസോ മറ്റൊന്നും നടക്കില്ല. മെയിൻലാൻഡിൽ നിങ്ങളൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പെർമിഷൻ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ഈ ഇവന്റ്സിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇവന്റ്സിൽ ചില ഇവന്റ്സുകളൊക്കെ നടക്കുമ്പോൾ ഇപ്പൊ നമ്മള് ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടൽ അല്ലെങ്കിൽ ദുബായ് ക്രൗൺ പ്ലാസ ഒക്കെ ചെയ്യുമ്പോൾ അവർ തന്നെ പെർമിഷൻ എടുക്കാറുണ്ട്. ഈ ഹോട്ടൽസിന് അവർക്കൊരു അങ്ങനെ ഒരു സൗകര്യമുണ്ട് ചിലത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മൾ ആ ഹോട്ടലിന്റെ അകത്തുനിന്ന് ഒരു ഇവന്റ് നടക്കുകയാണ്, പക്ഷെ അതിലൊരു മതപരമായ പ്രസംഗമോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഹോട്ടലിൽ ചിലപ്പോൾ സമയത്ത് പറയാം നിങ്ങൾ പുറത്തുനിന്ന് അപ്രൂവൽ എടുത്തോ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. അതൊക്കെ എല്ലാം ഇവന്റ് മാനേജേഴ്സ് ആണ് ചെയ്യുന്നത് അല്ലേ? ഇവന്റ് കമ്പനീസ് ആണ് ചെയ്യേണ്ടത്. വെരി സെക്യുലർ ആയിട്ടുള്ള പിന്നെ രീതിയിൽ ലിബറൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനത്തെ രാജ്യം എന്ന് തന്നെ പറയാം. കാരണം ചേർച്ചുകളുണ്ട്, അതേസമയം പിന്നെ ടെമ്പിൾസ് പുതിയത് വരുന്നു ദുബായ്. അതുപോലെ പിന്നെ നമുക്ക് മുസ്ലിം, തീർച്ചയായിട്ടും മുസ്ലിം കൺട്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാവരുടെയും ഇവന്റ്സിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇവന്റ്സ് പറഞ്ഞുകൊണ്ടാണ് പറയാം, മതപരമായ ഇവന്റ്സുകൾക്കും പെർമിഷൻ കിട്ടും. ഓക്കെ, പെർമിഷൻ എടുക്കും. പിന്നെ നമ്മുടെ വിഷുവിനും ഓണത്തിനും എന്തിനു വേണമെങ്കിലും നമുക്ക് അവിടെ പെർമിഷൻ തരുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ കാണാറുണ്ട് നമ്മളവിടെ ഞങ്ങളുടെ ദീപാവലിക്കും നമ്മുടെയൊക്കെ പ്രോഗ്രാംസുകൾ എല്ലാം മതപരമായിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ അവിടെ നടക്കുന്നത്. അപ്പൊ കൊടുക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, പെർമിഷൻ വേണമെന്നില്ല. കാരണം ഈ ലോകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട്, സഹിഷ്ണുതയ്ക്ക് വേണ്ടി മിനിസ്റ്റർ ഫോർ ടോളറൻസ് എന്നുള്ള മിനിസ്റ്ററൊക്കെ ഉള്ള രാജ്യമാണ്. അത് കൂട്ടിച്ചേർക്കാൻ കാരണം മതത്തിന്റെ പേരിൽ കിട്ടൂലേ എന്നുള്ളൊരു സംശയം വേണ്ടത്. പിന്നെ ഈ ഇവന്റ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഇവന്റ്സ് കോർഡിനേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇബാദുക്ക ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇവന്റ്സിലേക്ക് വേണ്ട സാധനങ്ങൾ റെന്റിന് കൊടുക്കുന്ന വ്യക്തി. ഓക്കെ, അതാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളും എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത്തരത്തിലൊരു ആക്ടിവിറ്റി കൂടിയുണ്ട് നമുക്ക്, ഈ എക്യുപ്മെന്റ്സ് റെന്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഇവന്റ്സിൽ പല എക്യുപ്മെന്റ്സ് റെന്റൽ വരാം. അതായത് ഇപ്പൊ LED സ്ക്രീൻ വരുന്നു, ഓഡിയോ വീഡിയോ വിഷ്വൽസിന്റെ അതിന്റെ എക്യുപ്മെന്റ്സിന്റെ റെന്റൽ കൊടുക്കാം. അതൊരു ഇവന്റുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ്. പിന്നെ അത് കൂടാതെ ഇപ്പൊ നമ്മുടെ ചെയർസ്, ടേബിള്, അങ്ങനെയൊക്കെയുള്ള ഇവന്റ്സിന് വേണ്ടി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഷെഫ് ആൻഡ് ഡിഷിന്റെ അങ്ങനെ അതെല്ലാം നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. പക്ഷെ അപ്പൊ അതിനൊരു വലിയൊരു സാധ്യത ദുബായിലുണ്ട്. അതിനും ലൈസൻസ് വേണോ അല്ലേ? എന്ത് ലൈസൻസ് അറിയാം? ഞാൻ ഇവന്റ് കമ്പനിയല്ല, നിങ്ങളൊരു ഇവന്റ് കമ്പനി ആണെങ്കിൽ ഞാൻ ഇതിന്റെ ആക്സറീസും ഈ ഓഡിയോ വീഡിയോ അതേപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ റെന്റൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസിന് വേറെയാണോ? ഉണ്ട്. പക്ഷെ അതിൽ ഒരു ചെറിയൊരു ചലഞ്ച് വെച്ചാൽ ജനറൽ ആയിട്ട് എല്ലാം കൂടി റെന്റിന് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി ഇല്ല. നമ്മള് ആക്ടിവിറ്റി ആഡ് ചെയ്യാറ്. അപ്പം ടേബിള് ചെയറും പോലെ അല്ലല്ലോ ഇലക്ട്രോണിക്സ്. അപ്പൊ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് റെന്റിന് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈ ടേബിളും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ റെന്റിന് കൊടുക്കുന്ന ഇവന്റ്സുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി ഉണ്ട്. അതെല്ലാം പിന്നെ ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇപ്പം പിന്നെ വലിയ രീതിയിൽ എല്ലാം കൂടി ചെയ്യുന്നത്. റെന്റിന്റെ എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം വെയർ ഹൗസിൽ ഉണ്ടാവും. എല്ലാം അത്രയും വലിയ കമ്പനീസ് ഉണ്ട് അവിടെ. അപ്പൊ എല്ലാം ഇതിനൊക്കെ സെപ്പറേറ്റ് ലൈസൻസ് ആണ്. അതെ. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാട്ടിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനീസിന് ദുബായിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് നിങ്ങളുടെ കാഴ്ച? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് വന്ന് അവർ കണ്ടെത്തുകയും അവർക്ക് ഒരു സൗകര്യമുള്ളതേ നാട്ടിലേക്കാളും ഓർഗനൈസ് ചെയ്യാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും. കാരണം ചെറിയ രാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാനായി സാധിക്കും. പിന്നെ പ്രൈസ് വൈസ് ആയാലും അവർക്ക് കുറച്ചുകൂടിയും റിട്ടേൺസ് കൂടുതലായിരിക്കും. പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. നാട്ടിലെ ടാലൻസ് നല്ലതാണ്. ഇന്ത്യയിൽ കാണുന്ന അത്രയും എക്സ്പേർട്സ് ഒന്നും ഇവന്റ്സിൽ എനിക്കറിയില്ല. കാരണം വലിയ വലിയ ഡൽഹി ബോംബെയിലൊക്കെ കാണുമ്പോൾ വലിയ ഇവന്റ്സുകളൊക്കെ നമ്മളെ പല പ്രോഗ്രാംസ് മലയാളികൾ കോർഡിനേറ്റ് മാത്രമല്ല മറ്റ് നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും വലിയ ഇവന്റ്സുകൾ കാണുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലായാലും നടക്കുന്ന കല്യാണം പോലത്തെ കല്യാണങ്ങളൊന്നും നമ്മൾ ദുബായിൽ കാണുന്നില്ല. അത്രയും നന്നായിട്ട് ഇവന്റ്സ് ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആണെങ്കിൽ പോലും അതിൽ വെഡിങ് വേറെ പാർട്ടാണ്. അല്ല, എനിക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മള് പണ്ട് ഈ ഹൗസ് വാമിംഗ് സെറമണീസ് എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിലേക്ക് വന്ന് അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. ഇന്ന് എനിക്ക് എല്ലാ ആഴ്ചയിലും ദുബായിൽ ഹൗസ് വാമിംഗ് സെറമണിയൊക്കെ വരുന്നുണ്ട്. കാരണം മലയാളികൾ അവിടെ വീട് വെക്കുകയും
സ്വന്തമായിട്ട് വീട് പണിയുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസുകൾ വന്നു തുടങ്ങി. അപ്പോൾ അവിടെ തന്നെ കല്യാണം നടത്തുന്ന കാര്യങ്ങൾ തുടങ്ങി. ഇപ്പൊ എന്റെ വൈഫിന്റെ അനിയത്തിന്റെ കല്യാണമൊക്കെ ദുബായിൽ വെച്ച് നടത്തിയത്. കാരണം ഒരുപാട് പേര് നാട്ടിലോട്ട് വരുന്നോ, കുറച്ച് പേര് അങ്ങോട്ട് വരണോ എന്നുള്ള ചിന്ത വരും. എല്ലാ കുടുംബങ്ങളും അവിടെ ആകുമ്പോൾ. അപ്പൊ അതുപോലെ ഈ കല്യാണങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങി. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കല്യാണം അറ്റൻഡ് ചെയ്തു. നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറുടെ ബ്രദറിന്റെ മകളുടെ ഒക്കെ. അപ്പൊ അത് അങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ അവിടെ സാധ്യതകൾ വർദ്ധിച്ചു വരും. സാധ്യത. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെഡിങ് പ്ലാനർ ആണെങ്കിൽ വേറെ, വെഡിങ് ഇവന്റ് ചെയ്യുന്നതാണെങ്കിൽ വേറൊരാള്, കോർപ്പറേറ്റ് ആണെങ്കിൽ വേറൊരാൾ, എല്ലാം സെക്ടർ ആണെന്ന്. സെപ്പറേറ്റ് ലൈസൻസ് ആണ്, എല്ലാം സെപ്പറേറ്റ് ലൈസൻസ്. ഇനി അതിലത്തെ കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ് നമുക്ക്. പിന്നെ കല്യാണത്തിന് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതായത് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ്, വലിയ സാധ്യത അവിടെ വന്നു. കാരണം അവിടെ കല്യാണങ്ങൾ അവിടെ വരാൻ തുടങ്ങി, ആഗ്രഹം ചെയ്യുന്ന. അപ്പോൾ അവരെ, കാരണം ഞാൻ പലപ്പോഴും കല്യാണത്തിനെ കണ്ടിട്ടുണ്ട്, ഈ നാട്ടിൽ നിന്ന് ക്യാമറമാനെ കൊണ്ട് വിസ എടുത്തിട്ട് കൊണ്ടുവന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഓപ്പർച്യൂണിറ്റി കൂടി വരികയാണ്. അത് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് ടാലൻസും ഉണ്ട് താനും. അപ്പോൾ എന്തായാലും സന്തോഷം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറെ സാധനം ഡിസ്കസ് ചെയ്യണം. തീർച്ചയായും. താങ്ക് യു.